ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാനിപ്പൂരിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവമാണ് പാനിപ്പൂരി. അപ്പം നമുക്ക് പാനിപ്പൂരി ഉണ്ടാക്കാം. പാനിപ്പൂരിയുടെ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇത് മല്ലിയില, പുതിനയില, പച്ചമുളക്, ഇഞ്ചി. എരി നിങ്ങളുടെ ആവശ്യത്തിന് ഇടാം. എനിക്ക് കുറച്ച് എരി വേണ്ടതിനാൽ ഞാൻ ഒരു മുളക് ഇട്ടോളൂ. ഇനി നിറച്ച് എരി വേണമെങ്കിൽ 2 മുളകോ 3 മുളകോ ഇടാം. ഇതാണ് പാനിപ്പൂരിക്ക് വേണ്ട മസാലകൾ: ഉപ്പ്, ജീരകപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഗരം മസാല. ഇത് പാനിപ്പൂരിയുടെ മസാല. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും കടകളിൽ നിന്നും എളുപ്പത്തിൽ വാങ്ങിക്കാം. ഇതിനി നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ആദ്യം മല്ലിയില, മുളക്, പുതിനയില, ഇഞ്ചി ഇതെല്ലാം ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ പാകത്തിൽ ഗ്രൈൻഡായി വരണം കേട്ടോ. അപ്പോൾ നമുക്കിത് അരിച്ചെടുക്കാം. നല്ലോണം അരിച്ചെടുക്കണം കേട്ടോ. ഇത് നമുക്ക് കടയിൽ നിന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് മേടിക്കാനും ഇത് 30 രൂപയ്ക്കാണ് കിട്ടുന്നത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇൻസ്റ്റന്റ് ആയിട്ട് കടയിൽ മേടിക്കാൻ കിട്ടും. നമ്മൾ ജസ്റ്റ് നല്ല ബോൾ ചെയ്ത് ഫ്രൈ ആയിട്ട് ഇങ്ങനെ വരും. ജസ്റ്റ് ഇതെല്ലാം ഫ്രൈ ചെയ്യുക. നല്ല ബോളായിട്ട് അടിപൊളിയായിട്ട് ബോളായിട്ട് എത്ര ബോൾ ഷേപ്പിൽ വേണം അത്ര ബോൾ ഷേപ്പിൽ വരും. എടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ പാനിപ്പൂരിയുടെ ബോൾസ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പാനിപ്പൂരി ഈ ബാറ്ററിലേക്ക് നമുക്ക് 2 ഐസ് ഇടാം. കാരണം എന്ന് പറഞ്ഞാൽ നല്ല ഇതിന് ടേസ്റ്റ് കൂടും. ദെൻ നമുക്ക് ഈ മസാലാസും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ്, ഗരം മസാല, ജീരകപ്പൊടി, കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ഇളക്കാം. നല്ലൊരു ഇത് ഇളക്കി ചേർക്കണം കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് നാരങ്ങയും കൂടെ പുഴിഞ്ഞ് ഒഴിക്കാം. ഇത് പാനിപ്പൂരിയുടെ അകത്ത് വയ്ക്കാനുള്ള മിക്സാണ്. ഉരുളക്കിഴങ്ങ്, ഉപ്പ്, ജീരകപ്പൊടി, മുളക് പൊടി, സവാള അരിഞ്ഞത്. ഇനി നമുക്കിതെല്ലാം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ മിക്സാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ മിക്സ് തയ്യാർ. പാനിപ്പൂരിയുടെ ബോളായി, വാട്ടറായി, മിക്സുമായി. ഒരാളെ വേണമെന്ന് ഇതിൽ നമ്മൾ ഹോളിട്ട് മസാല വെച്ച് കൊടുക്കാം. ദെൻ നമ്മുടെ പാനിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ പാനിപ്പൂരി തയ്യാർ. അടിപൊളി. Wow.